തൻ്റെ പുത്രൻ അമ്മയാകുവാൻ ഒരു ഇസ്രായേൽ പുത്രിയെ, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ ആളോട് വിവാഹം വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ അനാദിയിലെ, ഇംഗ്ലീഷ് CCCയിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഫ്രം ഓൾ ഇറ്റേണിറ്റി ദൈവം തിരഞ്ഞെടുത്തു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, ഫ്രം ഓൾ ഇറ്റേണിറ്റി, അനാദിയിലെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. തുടർന്ന് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ 492 പാരഗ്രാഫിൽ ഇപ്രകാരം സഭ പഠിപ്പിക്കുകയാണ്: തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധിയും നിഷ്കളങ്കയുമായിരിക്കുവാൻ, തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. സർവജ്ഞനായ ദൈവം, എല്ലാം അറിയുന്നവൻ, എല്ലാം മുൻകൂട്ടി കാണാൻ ശക്തിയുള്ളവനായ ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ്റെ പതനം മുൻകൂട്ടി കാണുകയും നാശത്തിൽ നിബദിക്കാൻ പോകുന്ന മനുഷ്യവംശത്തെ രക്ഷിക്കുവാനായി തൻ്റെ ഏകജാതനെ അയക്കുവാൻ തിരുമനസ്സാകുകയും ഈ ഏകജാതന് ഈ ഭൂമിയിൽ ജന്മം നൽകുവാനായി, മനുഷ്യ ശരീരം കൊടുക്കുവാനായി ഒരു യുവതിയെ, കന്യകയെ, ഒരു യഹൂദ യുവതിയെ, ഒരു കന്യകയെ അനാദിയിലേ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ആവേ മരിയ. അപ്പോൾ എത്രമാത്രം സുപ്രധാനമാണ് ഈ രക്ഷാകര കർമ്മത്തിൽ, ഈ പരിത്രാണ കർമ്മത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്ഥാനം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ പ്രിയപ്പെട്ടവരെ. റോമ 8:33 തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്: ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? പരിശുദ്ധ മറിയത്തെ നാം എത്രമാത്രം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു, എത്രമാത്രം ആദരിക്കേണ്ടിയിരിക്കുന്നു, എത്രമാത്രം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം ഈ ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.